നമസ്കാരം. ആടുജീവിതം, ഗോട്ട് ലൈഫ്. ഇപ്പം നടൻ പൃഥ്വിരാജ് അഭിനയിക്കുന്ന ബ്ലസ്സി സാർ സംവിധാനം ചെയ്ത പടം റിലീസായിരിക്കുകയാണ്. എല്ലാവരും കണ്ട് നല്ല അഭിപ്രായം പറയുമെന്ന് കരുതുന്നു. കാരണം ബ്ലസ്സി സാറിൻ്റെ ഒരു പടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും എഫേർട്ട് എടുത്ത് ചെയ്യുന്ന ഒരു വ്യക്തി മലയാള സിനിമയിൽ ഇപ്പം നിലവിലില്ലെന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് നല്ലൊരു സംവിധായകനാണ്. എനിവേ, നല്ലൊരു പടമായിട്ട് വരട്ടെ. നജീബ് എന്ന് പറയുന്ന വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങൾ, പ്രവാസ ജീവിതത്തിൽ സംഭവിച്ച കാര്യങ്ങൾ ബെന്യാമിൻ ആടുജീവിതമാക്കിയപ്പോൾ ഞാൻ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാനധികം പുസ്തകം വായിക്കുന്ന ഒരു വ്യക്തിയൊന്നുമല്ല. പക്ഷേങ്കിൽ ഞാൻ വായിച്ചിട്ടുള്ള റയർ പുസ്തകങ്ങളൊന്നാണ് ബെന്യാമിൻ്റെ ആടുജീവിതം. വളരെയധികം എന്താ പറയുക, ടച്ചിങ് ആയിട്ടുള്ള ഒരുപാട് സീനുണ്ട് അതിൽ. നമുക്ക് വളരെയധികം മനസ്സിനെ അലട്ടുന്നതും വിഷമിപ്പിക്കുന്നതുമുണ്ട്. അപ്പോൾ അതൊരു വിഷ്വലൈസേഷൻ ചെയ്ത് വരുമ്പം എന്താ പറയുക, സിനിമ രൂപത്തിൽ കാണുമ്പം ഭയങ്കര ഇമ്പാക്റ്റ് ഉണ്ടാക്കുമെന്ന് കരുതുന്നു. എനിക്കൊന്ന് കേരളത്തിൽ വിറ്റഴിഞ്ഞ വളരെയധികം വിറ്റഴിഞ്ഞ പുസ്തകങ്ങളൊന്നാണ് ഈ ബെന്യാമിൻ്റെ ആടുജീവിതം. അത് നജീബ് എന്ന വ്യക്തി അനുഭവിച്ച കാര്യങ്ങൾ അത്രത്തോളം മനുഷ്യൻ വായിച്ച് അവർക്കത് മാനസികമായിട്ട് വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഒരു സിനിമയുടെ രൂപത്തിൽ കാണുമ്പോൾ ശരിക്കും വളരെയധികം ഇമ്പാക്റ്റ് ഉണ്ടാക്കും. പക്ഷേ ആ ബെന്യാമിൻ്റെ ആടുജീവിതം പുസ്തകം ഞാൻ വായിച്ചപ്പം എനിക്ക് നജീബ് അനുഭവിച്ച വിഷമങ്ങൾക്കകത്ത് വലിയ വിഷമങ്ങളൊന്നും തോന്നിയില്ല. കാര്യം എനിക്കത് പുതുമ തോന്നിയില്ല. അതാണ് സത്യം പറഞ്ഞത്. വിഷമം തോന്നിയില്ല എന്നല്ല, പുതുമയായിട്ട് തോന്നിയില്ല. കാരണം ഒരുപാട് ആളുകൾ ഇതേ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. നജീബ് എന്ന് പറയുന്നൊരു വ്യക്തിയുടെ അവസ്ഥ ബെന്യാമിൻ എഴുതി അത് ജനങ്ങൾക്കൊക്കെ മുന്നിൽ എത്തിച്ചപ്പോഴാണ് ഒരുപക്ഷെ കേരളത്തിലുള്ളതും അല്ല കേരളത്തിന് പുറത്തുള്ള പല ആളുകളും പ്രവാസ ലോകത്ത് ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് എന്ന് ഒരുപക്ഷെ അറിയാൻ ശ്രമിച്ചു തുടങ്ങി. ഒരു പ്രവാസി ആയതുകൊണ്ടായിരിക്കാം, വീട്ടിൽ ജോലി ചെയ്യുന്ന വ്യക്തി ആയതുകൊണ്ടായിരിക്കാം, ഇതിന് സമാനമായ പല സംഭവങ്ങളും നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ ആരും അത്ര കാര്യമാക്കാറില്ല. കാരണം നമ്മളെ ബാധിക്കുന്ന വിഷയമല്ലാത്തതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും കേരളത്തിലും അല്ല ഇന്ത്യയിലെ പല ഭാഗത്തു നിന്നും ഒരു ജോലിക്കായി ആഗ്രഹിച്ച് ഗൾഫിൽ വരികയും ഇത്തരം ആളുകളുടെ വലയിൽ പെട്ടുപോവുകയും ചിലപ്പോൾ ജീവിതം തന്നെ ഇവിടെ ഉപേക്ഷിച്ച് ചിലപ്പം പല മരുഭൂമിയിലും എന്താ പറയുക, മോശം കിട്ടാതെ അരഞ്ഞു കിടക്കുന്ന ആത്മാക്കളുണ്ടാവാം. പല ആൾക്കാരും രക്ഷപ്പെടാറില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ട്രാപ്പുകൾ. ഒന്ന് ആലോചിക്കണം, ഇന്നിപ്പം നമുക്ക് മൊബൈലുണ്ട്, അല്ലെ ഫേസ്ബുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, സോഷ്യൽ മീഡിയ ഉണ്ട്, നെറ്റ്വർക്കുണ്ട്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് യാതൊരുമായ ടെലിഫോണോ അല്ലെങ്കിൽ മൊബൈൽ റേഞ്ചോ ഒന്നുമില്ലാത്ത സ്ഥലത്ത് പോലും പലരും ജോലി ചെയ്തിട്ടുണ്ട്. ഞാൻ ഈ പറയാൻ പോകുന്ന ഒരു സംഭവം പക്ഷേ നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കാം. ഈ നജീബ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഉണ്ടായ പോലെ തന്നെ സമാനമായ ഒരു സംഭവം തമിഴ്നാട്ടിലൊരു വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ട് വർഷങ്ങൾക്ക് മുന്നേ. ഞാനിതൊരു ന്യൂസിൽ വായിച്ച് കേട്ട സംഭവമാണ്. ഒരു പക്ഷേ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവരിലേക്കൊരു ഇൻഫർമേഷൻ പറയുന്നതേ ഉള്ളൂ. ഈ മനുഷ്യന് ഇതേപോലെ തന്നെ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ വന്നപ്പം തൻ്റെ ഭാര്യയും തൻ്റെ കുഞ്ഞിനെയും അപ്പനെയും അമ്മയും ഒക്കെ നാട്ടിലാക്കിയിട്ട് ഗൾഫിലേക്ക് അദ്ദേഹം വരികയാണ്. അദ്ദേഹം വന്ന് പരിചയപ്പെട്ട് എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു അറബി ഒരാൾ വന്ന് വണ്ടിയെ കയറാൻ പറഞ്ഞു. ഇയാൾക്കൊന്നും അറിയത്തില്ല. അയാളോട് വണ്ടിയെ കയറി. അങ്ങനെ ആ അറബി കൊണ്ടുവന്ന് വിട്ട ഒരു മരുഭൂമിക്കകത്ത് അല്ലെ ഒരു ആടുകളെ നോക്കാനായിട്ട് കൊണ്ട് വിട്ടു. അപ്പോൾ ആടുകളെ നോക്കുക പറഞ്ഞാൽ ആടുകളെ മേയ്ക്കുകയാണ് ഇയാളുടെ ജോലി. അപ്പോൾ ആടുകളെ മേയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കും മരുഭൂമിയിൽ പച്ചലകളൊന്നുമില്ലല്ലോ, എന്തിനാ ഈ ആടുകളെ മേയ്ക്കുന്നതെന്ന്. അങ്ങനെയല്ല, ആടുകളെ നടത്തിക്കുകയാണ്, മേയ്ക്കുകയല്ല. ആക്ച്വലി ഇതൊരു വാക്കിംഗ് ആണ്. ഇത്രയും ആടുകളെ കിലോമീറ്ററോളം നടത്തിക്കുക, തിരിച്ചു കൊണ്ടുവന്ന് കൂട്ടി കയറ്റുക, ഭക്ഷണമൊക്കെ കൊണ്ടുവന്നവരല്ലാതെ കൊടുക്കും, പുല്ലും മറ്റു കാര്യങ്ങളൊക്കെ അല്ലാതെ കൊടുക്കും. അല്ലാതെ ഈ മരുഭൂമിയിലൊന്നും പ്രത്യേകിച്ച് പച്ചലയൊന്നും ഇല്ല ആടുകൾ കഴിക്കാൻ. മേയ്ക്കുക എന്ന വാക്ക് തെറ്റാണ് മരുഭൂമിയിൽ. അതിനെ നടത്തിക്കുകയാണ്. കാരണം എങ്കിലും നടന്നെങ്കിൽ മാത്രമേ അതിന് നല്ല മിശ്രം ഉണ്ടാകത്തുള്ളൂ, നല്ല വലുപ്പമാകത്തുള്ളൂ എന്നുള്ള ചിന്തയിലാണ് നടത്തിക്കുന്നത്. അപ്പം ഇയാൾ ഭയങ്കരമായിട്ട് കഷ്ടപ്പാടായിപ്പോയി. ഇയാൾ നാടുമായിട്ട് യാതൊരുമായ കോണ്ടാക്റ്റും ചെയ്യാൻ പറ്റാതായിപ്പോയി. ഇയാൾക്ക് ഫോണില്ല, വേറെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ഇയാൾക്ക് അറിയത്തില്ല. അപ്പം നമ്മൾ വിചാരിക്കും വണ്ടിയുടെ ടയറിൻ്റെ പാട് നോക്കി പോകാമല്ലോ എന്ന്. മരുഭൂമിയിലൊക്കെ നിൽക്കുന്ന അല്ല പോയിട്ടുള്ളവർക്കറിയാം, ഇന്ന് കാണുന്ന ചിലപ്പോൾ ടയറിൻ്റെ പാട് ചിലപ്പോൾ നാളെ കാണത്തില്ല. കാരണം കാറ്റടിച്ച് മണ്ണ് മാറിപ്പോകും. സ്ഥിരമായി പോകുന്നവർക്കറിയാം ഏകദേശം ദിശ ഇങ്ങനെയാണ്. അതും അവർ പഴയ കാലത്തൊക്കെ വടക്കുന്നോ യന്ത്രമൊക്കെ വെച്ചാണ് ഈ ആൾക്കാർ പോകുന്നത്. അപ്പം ഈ മനുഷ്യൻ ശരിക്കും പെട്ടുപോയി. ഇയാൾക്കാണ് ഉപദ്രവം, ഭയങ്കരമായിട്ട് ഉപദ്രവമുണ്ട്. ഭക്ഷണം കൃത്യമായിട്ടൊന്നുമില്ല. ആടിന് കൊടുക്കുന്ന ചിലപ്പം
ഈ ചെറിയ ഭക്ഷണമൊക്കെ ഇയാളും കഴിക്കുന്നത്, അല്ലെങ്കിൽ കുബൂസ് പോലത്തെ ഭക്ഷണമൊക്കെ കൊണ്ട് കൊടുക്കും. ഒരാഴ്ചത്തേക്കുള്ള കുബൂസൊക്കെ ഒരുമിച്ച് കൊണ്ട് കൊടുക്കും. അവിടെ ഫ്രിഡ്ജോ കാര്യങ്ങളോ ഒന്നുമില്ല. ചൂടാണേലും കാറ്റാണേലും പൊടിയാണെങ്കിലും തണുപ്പാണെങ്കിലും അവിടെ അയാൾ കഴിയണം. കാരണം അയാൾക്ക് വേറെ രക്ഷപ്പെടാനൊരു അവസ്ഥയില്ലാതെ പോയി. ശരിക്കും പറഞ്ഞാൽ ഇയാളെ ജോലിക്ക് ക്ഷണിച്ച വ്യക്തിയുടെ കയ്യിലല്ല ഇയാൾ ചെന്ന് പെട്ടുപോയത്. അതാ പറ്റിപ്പോയ പ്രശ്നം. അങ്ങനെ ഒരു സമയത്ത് ഇയാൾ എങ്ങനെയോ ഒരു അവസരം കിട്ടുകയും അവിടുന്ന് എനിക്ക് തോന്നുന്നു 8-9 വർഷങ്ങൾക്ക് ശേഷം അവിടുന്ന് അയാൾ രക്ഷപ്പെട്ട് എംബസിയിൽ വന്ന് അഭയം പ്രാപിക്കുകയും ചെയ്യും. അങ്ങനെ എംബസിയുടെ ഇതിൽ അയാളെ നാട്ടിലേക്ക് തിരിച്ച് കയറ്റിവിടും, തമിഴ്നാട്ടിലേക്ക്. അങ്ങനെ ഈ മനുഷ്യൻ തിരിച്ച് നാട്ടിൽ വരും, സ്വന്തം വീട്ടിൽ വരും. അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞാൽ അവിടെ വീണ്ടും ട്രാജഡി എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഇത്രയും വർഷമായിട്ടും ഈ മനുഷ്യനെ പറ്റി യാതൊരുമായ വിവരവും ഇല്ലാതിരുന്നപ്പം വീട്ടിലുള്ളവരും നാട്ടിലുള്ളവരും വിചാരിച്ചു ഈ മനുഷ്യൻ മരിച്ചുപോയത്. അങ്ങനെ ഇയാളുടെ ഭാര്യയെ ഇയാളുടെ സഹോദരൻ വിവാഹം കഴിച്ച് നിൽക്കുകയാണ്. ഈ സമയത്താണ് ഈ മനുഷ്യൻ വരുന്നത്. കാരണം വിവാഹം കഴിച്ച് കുറച്ചാൾ കഴിഞ്ഞപ്പോഴാണ് ഈ മനുഷ്യൻ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇയാളുടെ വരവ് വീട്ടിൽ സന്തോഷം ഉണ്ടാക്കുന്നതിനേക്കാൾ വളരെയധികം ദുഃഖം ഉണ്ടാക്കി കളഞ്ഞു. കാരണം സ്വന്തം ഭാര്യ, സ്വന്തം സഹോദരനെ, നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ സുരേഷ് ഗോപിയുടെ പടത്തിനകത്തെ പോലെ തന്നെ സ്വന്തം ഭാര്യ, ഇയാൾ മരിച്ചെന്ന് കരുതിയിട്ട് സ്വന്തം ഭാര്യയെ അനിയൻ കല്യാണം കഴിച്ച് നിൽക്കുകയാണ്. ആ ചേട്ടനോട് ചെയ്ത വലിയൊരു തെറ്റാണെന്ന് തോന്നിയിട്ടായിരിക്കാം ഇയാൾ ചെന്ന് അന്നത്തെ ദിവസമാണോ അതോ നെക്സ്റ്റ് ഡേയിലാണോ അവർ രണ്ടുപേരും, അയാളുടെ ഭാര്യയും ഇയാളുടെ അനിയനും വിഷം കഴിച്ച് സൂയിസൈഡ് ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അയാൾ ചിന്തിച്ചിട്ടുണ്ടാവും നാട്ടിലേക്ക് പോകണ്ടായിരുന്നു എന്ന്. പിന്നീട് എന്താ സംഭവിച്ചെന്ന് എനിക്ക് അറിയില്ല. ആ കഥ അങ്ങനെ ആ ഒരു ആർട്ടിക്കിൾ അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, പ്രവാസ ലോകത്തേക്ക് സ്വപ്നം കണ്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ഒരു സംഭവം ഞാൻ നിങ്ങളോട് പറയുന്നതിൻ്റെ കാര്യം വെച്ചാൽ, ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന, അല്ല പ്രവാസിയായിട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ അനുഭവിക്കുന്ന ചില സൗഭാഗ്യങ്ങളുണ്ട്. നമ്മൾ കരുതരുത്. ഈ ചില കുഞ്ഞുങ്ങൾക്ക് അമ്മമാർ ഭക്ഷണം കൊടുക്കുമ്പോൾ പറയത്തില്ലേ, മക്കൾ വേണ്ട തട്ടുമ്പോൾ പറയത്തില്ലേ, മക്കളെ ഭക്ഷണം വേസ്റ്റ് ആക്കരുത്, ഒരു നേരത്തെ ഭക്ഷണത്തിനെ കൊതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്ന് പറയുന്ന പോലെ സ്വന്തം അപ്പനെയും അമ്മയും ഭാര്യയും മക്കളെയും ഒക്കെ കാണണം, ഒരു നേരം കാണണമെന്ന് ആഗ്രഹിച്ച് കഴിയുന്ന ഇപ്പോഴുമുള്ള ധാരാളം ആളുകളുണ്ട്. പലരും ഇങ്ങനെ ചിലപ്പം അകപ്പെട്ട് കിടക്കുമായിരിക്കും, ഈ നജീബിനെ പോലെ രക്ഷപ്പെടാൻ പറ്റാതെ നിൽക്കുമായിരിക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ ഭൂമി തന്നെ ഉണ്ടാവണമെന്നില്ല. നമ്മളപ്പം ഈ കിട്ടിയ സൗഭാഗ്യങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം എപ്പോഴും. താങ്ക് യു.